ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ ബാഗ് പാക്ക് ചെയ്യുന്ന വീഡിയോ ആണ്. അതായത് നമ്മൾ ട്രിപ്പ് പോവാണ്, ഹണിമൂൺ ട്രിപ്പ്, കല്യാണം ആയിട്ടുള്ള ഫസ്റ്റ് ട്രിപ്പാണ്. സോ നമ്മൾ പോകുന്നത് ജൂൺ 6-നാണ്, മറ്റന്നാളെയാണ് പോകുന്നത്. ഇന്ന് പാക്ക് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. കാരണം നമുക്ക് ഇപ്പം നാളെ പെട്ടെന്ന് ധൃതിയിലൊക്കെ പാക്ക് ചെയ്ത് എന്തെങ്കിലുമൊക്കെ മിസ് ഔട്ട് ആവുമെന്ന് വിചാരിച്ചിട്ട് ഇന്നേ പാക്ക് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ട്രോളിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് തുടങ്ങാം. സോ ട്രോളിയൊക്കെ ഞാൻ വെച്ചിരിക്കുന്നത് അപ്പുറത്തെ റൂമിലാണ്. കാരണം അവിടെ ഞാൻ ജസ്റ്റ് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ളപ്പല്ലേ നമ്മൾ എടുക്കുള്ളൂ. സോ ഞാൻ നമുക്ക് അപ്പുറത്ത് പോയി എടുക്കാം. ഇവിടെ ഒരു ട്രോളി ഇവിടെ ഉണ്ട്, ഇതെടുക്കണം. സോ നമ്മൾ സെക്കൻഡ് ട്രോളി ഇതുണ്ട്. ഒരു കവറിൽ എടുത്ത് വെച്ചതാട്ടോ, സ്ക്രാച്ച് ആവില്ല. എന്തൊരു ചൂടാണ്. ഈ മഴയൊന്ന് നിന്നപ്പോഴേക്ക് ഭയങ്കര ചൂടെടുക്കാൻ തുടങ്ങിയില്ലേ. ഓക്കെ അപ്പം നമുക്കിനി വേഗം സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യാനുള്ള ഡ്രസ്സുകളൊക്കെ നമ്മൾ ഷോപ്പ് ചെയ്ത കവറോടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എയർപോർട്ടിലൊക്കെ പോകുമ്പോൾ എടുക്കുന്ന ഒരു ഹാൻഡ് ബാഗും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മളിത് മുഴുവൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഗൈസ്, ഇതെൻ്റെ ബാഗ് കളക്ഷൻ്റെ ബാഗുകളൊക്കെ വെച്ചിട്ടുള്ള വേറൊരു ബാഗാണിത്. സോ നിങ്ങൾക്ക് ബാഗ് കളക്ഷൻ്റെ വീഡിയോ വേണമെങ്കിൽ പറഞ്ഞോ, ഞാൻ കാണിച്ചു തരാം. ഭയങ്കര കുറേയൊന്നുമില്ല, ബട്ട് സ്റ്റിൽ അത്യാവശ്യം കുറച്ച് ഞങ്ങൾക്ക് അത് കാണിച്ചു തരാം. ഓക്കെ, നമ്മളിങ്ങനെ പാക്കിങ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പം ആഫ്റ്റർ എ ലോങ് ടൈമാണ് ഞാൻ ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകുന്നത്. അതായത് മുമ്പ് ഞാൻ ഫാമിലിയായിട്ട് ബഹ്റിനിൽ നിന്നിട്ട് കുറച്ച് ഇയേഴ്സായി. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഇപ്പം കുറച്ച് ഇയേഴ്സായി. ഇപ്പം നമ്മൾ പോവാണ്. സോ രാഹുലിൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പാണ്. അതിന് ക്യാപ്പ് അങ്ങനത്തെ ഐറ്റംസൊക്കെ നമ്മൾ ഡ്രസ്സിനനുസരിച്ച് നമുക്ക് എങ്ങനെ വേണം ഏത് വേണം നോക്കാമല്ലോ. സോ അതുകൊണ്ട് അതും എടുത്തു വെക്കാം. ഞാൻ ഓരോ ഡ്രസ്സസ് എടുക്കുന്നതിനനുസരിച്ച് ഞാൻ ജ്വല്ലറീസും കൂടെ സെറ്റാക്കാൻ നോക്കുന്നുണ്ട്. ബിക്കോസ് അത്യാവശ്യം നമുക്ക് ഇതിൽ ഇവിടെ നോക്കുന്നുണ്ട് കേട്ടോ. സിൽവറിനനുസരിച്ച് സിൽവറും പിന്നെ ഗോൾഡും നമ്മൾ ഗോൾഡ് അത്യാവശ്യം മാക്സിമം ഒക്കെ ഞാൻ ഊരി വെക്കാൻ പോവാണ്. പിന്നെ ഈ ഒരു സംഭവം, ഈ ഒരു ഐറ്റം, ഇത് അത്യാവശ്യം ക്യൂട്ടായിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സസൊക്കെ ഇടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് നമുക്ക് എടുക്കാം. അപ്പം ഇത് ഞാൻ എടുക്കുന്നുണ്ട്. അത്യാവശ്യം അധികം നല്ല സമയം പോകുന്നുണ്ട്, നമുക്കിനി ഫാസ്റ്റ് ആക്കാം. കൂടുമ്പോൾ ബെഡിൽ നിന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത് ഇത് രണ്ടും ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ആമസോണിലും. അത് ടൂത്ത് ബ്രഷും അങ്ങനത്തെ ബ്രഷസും കാര്യങ്ങളൊക്കെ ക്യാരി ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ള സംഭവമാണ്. ഒരാൾ ടൂത്ത് ബ്രഷ് കവർ ചെയ്തിട്ട് മറ്റേത് കവർ ചെയ്യാത്ത രീതിയിൽ ഒന്നിൽ വെക്കാം. ആൻഡ് ഇതിൽ നമുക്ക് മേക്കപ്പ് ബ്രഷസ് വെക്കാം. സോ ഇതാണ് നമ്മുടെ മേക്കപ്പ് ബ്രഷസ്. 6 ബ്രഷാണുള്ളത്. ഇതൊന്ന് വാഷ് ചെയ്തിട്ട് വരട്ടെ, ട്രൈ ചെയ്യാൻ വേണ്ടി വെക്കണം. സോ അതൊക്കെ നമുക്ക് ചെയ്യാം. ഞാൻ പാക്ക് ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് പേരിനൊന്ന് അയൺ ചെയ്തിട്ടുണ്ട്. എന്തായാലും നമ്മൾ അയൺ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല, കാരണം നമ്മൾ പെട്ടിയിൽ വെക്കുമ്പം അത് കുറച്ച് ചുളിഞ്ഞിട്ടേ കിടക്കുള്ളൂ. പക്ഷെ എന്നാലും ജസ്റ്റ് ഒന്ന് അയൺ ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് അയൺ ബോക്സ് ഒന്നും എടുത്തിട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അവസ്ഥ അറിയില്ലല്ലോ. അതുകൊണ്ട് അയണൊക്കെ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഗായ്സ്, അപ്പം ഞാൻ പാക്കിങ്ങിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് വാങ്ങിയിട്ടുള്ള ഒരു പൗച്ചസ് ഉണ്ട്. അതായത് നമുക്ക് ഓരോന്നിങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ളതാണ്. എല്ലാവരും പാക്ക് ചെയ്ത് കാണുന്നൊരു സംഭവമാണിത്. ഇതിലിങ്ങനെ ചെയ്തിട്ടുള്ളതാണ്, ഇങ്ങനെ വരും. സോ ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഇതൊരു പൗച്ച് ആൻഡ് ഇത് സെക്കൻഡ് പൗച്ച്. തേർഡ് പൗച്ച് ഇങ്ങനെ സിബ് ഇവിടെ വരുന്നുണ്ട്. അത് പാക്ക് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഈ ഒരു ടൈപ്പ് വരുന്നുണ്ട്. സോ നമുക്കിങ്ങനെ സിബ് ഇങ്ങനെ ഇതാക്കിയിട്ട് ഇതിൽ സാധനങ്ങൾ വെക്കാൻ പറ്റുന്ന പറ്റും. ഷൂസ് എന്നല്ല, ഇങ്ങനെ വരുന്ന സിബാണിത്. പിന്നെ വരുന്നത് ഈ ഒരു സിപ്പ് ലോക്കിങ് ആയിട്ടുള്ള ടൈപ്പ്. സിപ്പ് ലോക്കല്ല, ഇങ്ങനത്തെ സ്ട്രിങ് വരുന്ന ടൈപ്പും. പിന്നെ അപ്പം 7 ഐറ്റംസ് വരുന്ന ഈ ഒരു സംഭവം. നമുക്ക് ഈ ഒരു വലിയ പൗച്ചിൽ മെയിനായിട്ട് നമ്മൾ പുറത്ത് യൂസ് ചെയ്യുന്ന സംഗതികളൊക്കെ പാക്ക് ചെയ്യണം. അപ്പം
അതൊക്കെ ഓരോന്നായിട്ട് ഞാൻ ഇങ്ങനെ മടക്കി വെക്കാൻ പോവാണ്. ഇത് കണ്ടു, ഇതുപോലെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പാക്ക് ചെയ്ത്. അപ്പോൾ ഇതിൽ നമുക്ക് ഫുൾ ഡേ പുറത്ത് പോകുമ്പോഴാനുള്ള ഡ്രസ്സ് നമ്മൾ ഇതിൽ പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അടുത്തത് വീട്ടിൽ നടുന്നത്. അതായത് നമുക്ക് വീട്ടിൽ നടുന്നതെന്നല്ല, നമ്മളിങ്ങനെ ഹോട്ടലിൽ ഫ്രഷ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഡ്രസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമല്ലോ. അപ്പോൾ അതിൻ്റെ ഇനി എടുത്ത് വെക്കണം. നമ്മളെ പാക്കിങ് ഏതാണ്ട് ഇത്ര ആയിട്ടുണ്ട്. പുറത്ത് പോകുമ്പോൾ ഇടുന്നതും വീട്ടിൽ നിന്നിടുന്നതും ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇത്ര പാക്ക് ചെയ്തു. ഇനി നമുക്ക് ഷൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഷൂസും പിന്നെ ഫ്ലാറ്റ്സൊക്കെ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാനുണ്ട്. ഈ ബാഗ് ഉണ്ട്, ഇതെൻ്റെ സെക്കൻഡ് ട്രോളി ബാഗാണ്. അപ്പം രാഹുൽ പാക്ക് എടുക്കും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരാൾക്ക് 7 kg എടുക്കാൻ പറ്റും. സോ അതുകൊണ്ട് ഈ ട്രോളി ബാഗും കൂടെ എടുത്തു എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതിൽ അവൻ്റെതും എടുക്കാം, ഓൾസോ എനിക്കിതിൽ പറ്റാത്തതും കൂടെ അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്നറിയില്ല, ഫാൻ ഇട്ടിട്ടുണ്ട്. സോ നമ്മൾ ഈ ഒരു ഇതിലാണ് ഫ്ലാറ്റ്സ് ഒക്കെ വെക്കാൻ പോകുന്നത്. ഇതിലിങ്ങനെ വെക്കാൻ പറ്റും, ഫ്ലാറ്റ്സ് ഇങ്ങനെ വെക്കാൻ പറ്റും. സോ 2 ഫ്ലാറ്റ്സ് ഇതിൽ കൊണ്ട് നമ്മൾ ജ്വല്ലറി ഏതാണ്ടൊക്കെ കുറച്ചൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇതാ ഇതിലുണ്ട്. നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് എടുത്ത് വെക്കാം, ആവശ്യം വന്നാലും. വലിയ ഹൂപ്സ് ഉണ്ട്. ഇതിലുണ്ട് സെയിം ട്വിസ്റ്റഡ് ആയിട്ടുള്ള ടൈപ്പും അതും കൂടി ഇതിലേക്ക്. നെക്സ്റ്റ് ഞാൻ ഇങ്ങനത്തെ ഒരു പൗച്ച് വാങ്ങിച്ചിട്ടുണ്ട്. ഇതിലിങ്ങനെ 3 സിബ് വരുന്ന ടൈപ്പ്, നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ള ഒരു പൗച്ചാണത്. അതായത് ഇതിൽ ഫസ്റ്റ് ഇത് വരുന്നത്, പിന്നെ ഇതിൽ കുറച്ചധികം സ്പേസ് വരുന്നത്. വേറൊരു സിബ് ഉണ്ട്, തേർഡ് കള്ളി കേട്ടോ. സോ ക്ലിപ്സിൻ്റെ ഐറ്റംസും. ഫസ്റ്റത്തെ ഇതിൽ ഹെയറിൻ്റെ മാത്രം സംഗതികൾ, അതായത് നമ്മൾ കോമ്പ് അതുപോലെ തന്നെ ക്ലിപ്പിൻ്റെ ഐറ്റംസൊക്കെ, ഇങ്ങനത്തെ ഐറ്റംസുകളൊക്കെ. എയർപോർട്ടിലേക്ക് പോകുമ്പോഴൊക്കെ ഫുൾ സ്ലീവ് ഇടുന്നത്, അതുകൊണ്ട് വാച്ചിൻ്റെ ആവശ്യം ആ ടൈമിൽ വരുന്നില്ല. അതുകൊണ്ട് ഇതിൽ ബാഗിലിടേണ്ട അവസ്ഥയാണ്. ഇങ്ങനത്തെ ഒരു ബാങ്കിൾ പോലത്തത് ബ്രേസ്ലെറ്റ് ഇടാറുണ്ട്. സോ ഇത് നമ്മൾ ഈ നല്ല സ്പേസ് ഉള്ളതുകൊണ്ട് കുറേ പാക്ക് ചെയ്യാം കേട്ടോ. ഒരുപാട് പൗച്ചസ് എടുക്കുന്നതിന് പകരം, പക്ഷെ എനിക്ക് ഒരുപാട് പൗച്ചസ് ഉണ്ട്. നമ്മൾ ടോയ്ലറ്ററി, അതായത് നമ്മൾ ഫേസ് വാഷ്, പിന്നെ ബോഡി വാഷ്, ഷേവിങ് സെറ്റ്, അങ്ങനത്തെ പറയായിരിക്കും. ഈ ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മൾ വീനസിൻ്റെ ബോഡി റേസർ, ഏറ്റവും ചെറിയ സൈസ്, കുട്ടി സൈസുള്ള റേസറാണത്. അപ്പം അതും വെച്ചിട്ടുണ്ട്. പിന്നെ ഡിയോഡ്രൻറ്റ്, അങ്ങനത്തെ അല്ലറ ചില്ലറ സംഭവങ്ങളൊക്കെ നമ്മൾ ഇതിലാണ് പാക്ക് ചെയ്തിട്ടുള്ളത്. പെർഫ്യൂം ഉണ്ട്, അത് ഞാൻ എടുത്ത് വെക്കണം. ചെറിയ കുട്ടി പെർഫ്യൂം അല്ലേ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എത്രയോ 100 ml 100-നെക്കാട്ടും താഴെയാണ് എടുക്കാൻ പാടുള്ളൂ. സോ നമ്മളതും കൂടെ നോക്കട്ടെ. ഇങ്ങനത്തെ കുറേ പൗച്ചസുകളുണ്ട്. സോ ഇത് നോക്കിയെടുക്കാം. പിന്നെ ഇത് ഞാൻ എൻ്റെ മേക്കപ്പ് പൗച്ചാണ്. ഇത്രയും മേക്കപ്പ് ഞാൻ എടുക്കുന്നുണ്ട് ചോദിച്ചു, ഇത്രയും വലിയൊരു പൗച്ചിൻ്റെ ആവശ്യം ഉണ്ടാവില്ല കൂടുതലും. കാരണം ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് അധികം ഹെവി ആയിട്ടൊന്നും ചെയ്യില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് നമുക്ക് എടുക്കാം. പിന്നെ ഇങ്ങനത്തെ പൗച്ചസ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഇനിയും ബാക്കിയുള്ളതാണ്. വാങ്ങിച്ചിട്ടുള്ള ആമസോണിൽ വാങ്ങിച്ചിട്ടുള്ള വേറെ പൗച്ചസ്, ഷൂസ് അല്ലെങ്കിൽ ചെരുപ്പുകളൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ സ്ട്രിങ് വരുന്ന ടൈപ്പ് 7-6 വരുന്ന സെറ്റ്. നമുക്ക് സമയം 7 മണിയായി. ഇവിടെ തന്നെയുണ്ട് ഗൈസ്, ഒന്നും മാറിയിട്ടില്ല. ഫ്രഷസിന് വേണ്ടി വാങ്ങിയിട്ടുള്ള പൗച്ചാണ്. അതിൻ്റെ നമുക്ക് ചെറിയ ചെറിയ കുട്ടി സാധനങ്ങളൊക്കെ ഇടാണെങ്കിൽ ഇതിൽ ആഡ് ചെയ്യാം, ഇതിലിടാം. വേറെ ഉള്ളൊരു പൗച്ച്, ഈ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പൗച്ചാണ്. സോ എൻ്റെ പാക്കിങ് ഏതാണ്ട് ഒന്ന് കഴിയാനായപ്പോഴേക്ക് രാഹുൽ വന്നിട്ടുണ്ട്. സോ അവൻ്റെ പാക്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അതിൻ്റെ പുതിയ ഡ്രസ്സസൊക്കെ നമ്മൾ ട്രയൽ പോലൊക്കെ നോക്കുകയാണ്. പിന്നെ അതിൻ്റെ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്. പിന്നെ മടക്കി വെക്കുന്നതിൽ കുറച്ചും കൂടി സ്ഥലം കിട്ടുന്ന രീതിയിൽ മടക്കി വെക്കാൻ ഞാനായിരിക്കും ബെസ്റ്റ്. അതുകൊണ്ട് ഞാൻ തന്നെ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് പോകാതിരിക്കാൻ വേണ്ടിയല്ല, ഞാൻ ഡയറിയിൽ നോട്ട് ചെയ്തിട്ട് ടിക്ക് ചെയ്യാണ്. ഇതിൽ ഞാൻ ലിപ്സ്റ്റിക്സ് മാത്രമാക്കിയിട്ടുണ്ട്. വെയിറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ബാക്കി ഇനി എന്തൊക്കെ എടുക്കണ്ടെന്നൊക്കെ നോക്കാൻ. അപ്പോൾ ഇത്രയും എടുക്കാനുള്ളൊരു ഇതുണ്ടെന്ന് തോന്നുന്നില്ല. നമുക്ക് നോക്കാം. സോ ഈ ഒരു ബാഗാണ് ഞാൻ എയർപോർട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയത്. നമ്മൾ ക്യാരി ബാഗായിട്ട് കയ്യിൽ വെക്കുന്ന ബാഗ് ഇതാണ്. അപ്പോൾ ഇതിൽ ഞാൻ എൻ്റെ സൺഗ്ലാസസൊക്കെ ഇതിലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ലിപ്സ്റ്റിക്സിൻ്റെ പൗച്ച് ഇതിലേക്ക് വെച്ചിട്ടുണ്ട്. കാരണം ഇതിൽ അത്യാവശ്യം നമുക്ക് എടുക്കാമല്ലോ. അപ്പം ആ ഒരു ഇതിൽ പിന്നെ ചിലപ്പോൾ നോക്കുകയാണെങ്കിൽ മേക്കപ്പ് ബാഗ് കൂടെ ഞാൻ അതിലേക്ക് ആഡ് ചെയ്യും. കാരണം ഇതിൽ നിങ്ങളിപ്പോൾ കാണുന്നുണ്ടല്ലോ,
ഫുള്ള്, അതായത് എൻ്റെ ബാഗ്, എൻ്റെ മാത്രം സാധനത്തിൻ്റെ ബാഗ് അതാണ്. ആൻഡ് ഇത് എൻ്റെ സെക്കൻഡ് ട്രോളി ബാഗാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇതിൽ രാഹുലിനെയും കൂടെ വെച്ചിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഒരാൾക്ക് 7 kg പറ്റുള്ളൂ. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു 7 kgനെക്കാട്ടും കൂടുതലായിട്ടുണ്ടാവും. ഇത് ഇപ്പം എല്ലാം കൂടെ എങ്ങനെയാണെന്ന് അറിയില്ല. ഇനിയിപ്പോൾ നമ്മൾ പോയിട്ടില്ല, നമ്മൾ വെയിങ് മെഷീനൊക്കെ വെച്ച് നോക്കണം. ആൻഡ് എൻ്റെ ഈ ഒരു എയർപോർട്ടിന് കൊണ്ടുപോകാനുള്ള ബാഗും പിന്നെ രാഹുലിൻ്റെ ഒരു എയർപോർട്ട് ബാഗുണ്ട്. ഇതൊക്കെ ഇനി ക്ലീൻ ചെയ്യാനുള്ളതാണ്. ഇതിൽ എടുത്ത് മാറ്റാനുണ്ട് കുറേ സമയം. ഈ ലിസ്റ്റിൽ പ്രകാരം കുറേയൊക്കെ ടിക്കായിട്ടുണ്ട്. നമ്മളിനി ഇവിടുന്ന് എയർപോർട്ടിലേക്ക് പോകുന്നതും നമ്മൾ ഫുൾ ട്രിപ്പ് നമ്മൾ വ്ളോഗ് എടുക്കുന്നുണ്ട്. സോ നിങ്ങൾ എന്തായാലും കാണാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.